പൊങ്ങി നിന്ന കുട്ടിയെ 3 കിഴങ്ങുകൊണ്ട് താത്തൊരു സോറി ആ തൂങ്ങി ആടുന്നവരുടെ ഇടയിൽ ഒരു മൈസൂറേത്തൻ നിന്ന് എന്തൊക്കെയോ പറയുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത 2 പേരുടെ വെയിറ്റ് നോക്കാം. അബദ്ധവശാൽ എന്തെങ്കിലും അങ്ങോട്ടും ലേശം വ്യത്യാസം വന്നാൽ ഇത്രയും തൂക്കാൻ ഇവിടെ കിഴങ്ങില്ല. ചേട്ടാ അതിനാണ് കളിമണ്ണ് ഇറക്കിയിടണമെന്ന് പറഞ്ഞത്. നിനക്ക് കിട്ടിയടാ പഴവും കിഴങ്ങും ഒന്നിച്ച് തൂക്കുന്നു. എത്രയുണ്ട് വെയിറ്റ്? ഞാന് 93, 90 സംതിങ്. 5-നുള്ളില്. ഓക്കെ 91. അപ്പൊ കൊറേ കിഴങ്ങ് ചിലവാകുമല്ലോ. ശരി, ഷിയാസ് ആണ് വെയിറ്റ് കൂടുതൽ. ഷിയാസ് ആണ്. ഓക്കെ 91, 93 ശരിയാണ്, കറക്റ്റ് ആണ്. ഈക്വലായി ഒട്ടും പോരാ. 15 ചക്കക്കുരു കയറിയപ്പോൾ ബിനീഷ് ബാസ്റ്റൻ ഒന്ന് താന്നു. 2 കിഴങ്ങൂടെ വെക്കാം, അല്ലെ കിഴങ്ങ് എന്ത് വിചാരിക്കും? നിന്നേക്കാൾ 2 കിഴങ്ങ് തൂക്കം കൂടുതൽ അവനാണ്. കറക്റ്റ് തൂക്കല്ലേ? ഓക്കെ ആണ്. ഇപ്പൊ ബാലൻസ്ഡ് ആയി. ബിനീഷ് ബാസ്റ്റനും ഒരു ചക്കയും 2 കിഴങ്ങും കൂടെ ആയപ്പോൾ നാളെ വരുമ്പോൾ അവന്റെ മുമ്പേ പിടിച്ച 2 പോക്കറ്റിൽ 2 കിഴങ്ങും വയറ്റിലൊരു ചക്കയായിട്ട് നീ പറയണം. അതാണ് മനസ്സിലായോ? ശരി, ഓക്കെ. ഇനി അടുത്ത ആൾക്കാരുടെ വെയിറ്റ് നോക്കാം. സുമ, ഇത്ര നാളായിട്ടും വെയിറ്റ് നോക്കിയിട്ടില്ല. എന്റെ വെയിറ്റ് 68 കിലോ ആണ്. 68 എനിക്കറിയില്ല. എത്രയുണ്ട്? 85. അപ്പൊ ഇരിക്കുമ്പോ അറിയാം. എനിക്ക് 70 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. 68, 70 ഉള്ളൂ. അപ്പൊ ലക്ഷ്മി ഇന്ന് കൊറേ കിഴങ്ങ് വേണ്ടി വരും. വേണ്ടി വരും. ആദ്യം ഒരു ചക്ക വയ്ക്കാം. താഴെ എന്തൊക്കെ വെച്ചാലും മാറാതിരിക്കുന്ന തട്ട് താഴത്തില്ല. കൂർക്ക കഴിച്ചിട്ട് എന്നോട് പറയണോ കേട്ടോ. ഒരു ചക്കയുടെ വെക്കണം. നിറച്ചുറുമ്പാ ചക്ക. ഒരു ചക്കയുടെ നീ ഫുഡ് കഴിക്കാൻ പോകുമ്പോ ഇറങ്ങാത്തന്റെ കാരണം ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്? ഇത് വെച്ച കൂടി പോവോ? ഇല്ല, ഒറ്റ കിഴങ്ങിന് തൂങ്ങണം. ഒരൊറ്റ കിഴങ്ങോട് മതിയായിരുന്നു. എന്നിട്ടോ അല്ല. അപ്പൊ ഇഞ്ചി കൊടുക്കാം. ഇഞ്ചി കടിച്ച് എണ്ണാനായിട്ട് ഇരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്റെ ഉള്ളിൽ ഒന്നും ഇല്ലെന്ന്? ഇനിയും വേണം. നിന്റെ റേഷൻ കടക്കാര് പട്ടിണിയാണോടാ? ഇപ്പൊ ചിത്തിന്റെ വെയിറ്റ് മനസ്സിലായ? സുമേഷും 2 ചക്കയും 3 കിഴങ്ങും. എന്റെ കൂണിംഗ് ക്ലാസ്സും ഈ ചേന കൊടുക്കും. ദേഷ്യം വരും. ഞാൻ ഡയറ്റ് ചെയ്തായിരുന്നു. സുമേഷ് ഇത് പച്ചക്കറി കടയല്ല. താഴ്ന്നില്ലോടെ. ഓൾമോസ്റ്റ് ഒരെണ്ണം കൂടെ വെച്ച ഈക്വൽ ആവും. ഇത്രയും സത്യം പറഞ്ഞ ആളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇത്ര വെയിറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഏതാണ്ട് കിഴങ്ങ് വെച്ചപ്പോ കറക്റ്റായി. ഈ ചേമ്പോടി വെച്ച കറക്റ്റാ. ജിത്തുനെ സമ്മതിക്കണം കേട്ടാ. ഇത്രേ കിഴങ്ങ് വെച്ചിട്ട് പോലും നീ പൊങ്ങില്ല. സുമേഷ് അമ്മയെ മാർക്കറ്റ് വിടാറുണ്ടോ? അല്ലല്ല, ഞാനാ മാർക്കറ്റിൽ പോവാ. ചേന എടുക്ക് കറക്റ്റ് ആവും. ഇപ്പൊ കറക്റ്റ് ആയി. ബിനീഷ, നിനക്ക് സ്വന്തമായി ഒരു പലവ്യഞ്ജന കട ഇട്ടുവിടാ. നാട്ടുകാർ രക്ഷപ്പെടും. 1 കിലോ കപ്പൽട്ടിക്ക് 3 കിലോ കൊടുത്തു വിടുവൻ. എന്നിട്ട് 1/2 കിലോ കപ്പൽട്ടിയുടെ പൈസ വാങ്ങിക്കും. ഓൾമോസ്റ്റ് ബാലൻസ്ഡ് ആയി.